Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മോർച്ചറി സർവീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? മോർച്ചറി സർവീസിൽ എവിടെ വരെ എടുത്തേ? ഫങ്ഷണൽ ഏരിയ. ഫങ്ഷണൽ ഏരിയയില് വെയിറ്റിംഗ് ഏരിയ വരെ അല്ലേ എടുത്തത് നമ്മള്? വെയിറ്റിംഗ് ഏരിയ വരെ എടുത്ത. ഓക്കെ, ഇപ്പൊ ഫങ്ഷണൽ ഏരിയയില് നമ്മൾ പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ പറഞ്ഞു അല്ലെ? പാർക്കിംഗ് സ്പേസ് വേണം. അതുപോലെ തന്നെ എന്താണ് അവിടേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു വെഹിക്കിൾസിന് എൻട്രി ചെയ്യുന്ന ആ ഒരു ഏരിയയില് കവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ വേണം. ഇതൊക്കെ മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ്, മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസ് ആണ് അല്ലെ? നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ട്രോളി ബേ അല്ലെ? ഒരു ട്രോളി സംവിധാനം. അത് എന്തിനു വേണ്ടിയിട്ടാ? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. ഡെഡ് ബോഡിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ട്രോളീസ് ആവശ്യമാണ്. അതുപോലെ ഒരു വെയിറ്റിംഗ് ഏരിയ വേണം. അവിടെ വരുന്ന വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ ഈ ഡെഡ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെ, മരണപ്പെട്ടവരുടെ റിലേറ്റീവ്സിനൊക്കെ എന്താണ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ ആവശ്യമാണ്. 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ ആണ് സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ ഇമ്പോർട്ടന്റ് ആണ്, അത് രണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അറകള് അല്ലെങ്കിൽ ചേംബേഴ്സ്. അവിടെ ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. അത് കോൾഡ് ചേംബേഴ്സ് ആണ് കേട്ടോ. ഈ സ്റ്റോറേജ് ചേംബറിൽ വരുന്നത് കോൾഡ് ചേംബേഴ്സ് ആണ്. നമ്മളെ മോർച്ചറിയില് എന്താണ് നമ്മുടെ ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലൊന്നും അല്ല ബോഡി പ്രിസർവ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, മറിച്ച് എന്താണ് കുറച്ച് കോൾഡ് ടെമ്പറേച്ചറിലാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതില് 2 രീതിയിൽ 2 ടൈപ്പായിട്ട് ഈ കോൾഡ് ചേംബേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ, ആ ഒരു പേരിൽ നിന്ന് തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നമ്പർ സ്കെയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏത് നമ്പറിന്റെ മുകളിലേക്കാണ് പോസിറ്റീവ് ആവുന്നത്? ഏത് നമ്പറിന്റെ മുകളിലേക്കാണ് പോസിറ്റീവ് ആവുന്നത്? ഏത് നമ്പറിന്റെ താഴേക്കാണ് നെഗറ്റീവ് ആവുന്നത്? ഏതാണ് ഒരു ന്യൂട്രൽ നമ്പർ അല്ലെങ്കിൽ ഒരു രണ്ടിനെയും ഇടയിൽ നിൽക്കുന്ന ഒരു ബേസിക് നമ്പർ എന്ന് പറയുന്നത് ഏതാ? നമ്മൾ നമ്പർ ലൈനൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവല്ലോ. 1 ആണോ? ഏതാണ്? ഏതിന് മുകളിലേക്ക് വന്നാൽ 0 അല്ലെ? 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിന്റെ മുകളിലേക്ക് വന്നാൽ നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട് കണക്കാക്കും, താഴേക്ക് പോയാൽ അത് നെഗറ്റീവ് ആയിട്ട് കണക്കാക്കും അല്ലെ? അപ്പൊ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ചിന്തിക്കാം കേട്ടോ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറുകൾ അത് 1, 2, 3, 4 അങ്ങനെയുള്ള പോസിറ്റീവ് നമ്പറുകൾ, അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്ന ടെമ്പറേച്ചേഴ്സ് ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 2, 4 അങ്ങനെ അല്ലെങ്കിൽ 1, 2, 3 അതിന് മുകളിലോട്ടുള്ള എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ടെമ്പറേച്ചറിൽ വരുന്നതാണ്. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ എങ്ങനെയാണ്? -1, -2, -3 അങ്ങനെ പോകുന്നു. അപ്പൊ നെഗറ്റീവ് കൂടിയത് വരുമ്പോൾ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വരുന്ന ഒരു വ്യത്യാസം. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താണ് റൂം ടെമ്പറേച്ചർ പോലെയുള്ള ഒരു ഹീറ്റ് ഉള്ള ഒരു അങ്ങനെയുള്ള ഒരു ഇതാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കുറവാണ്, പക്ഷെ അത് നെഗറ്റീവിലേക്ക് പോയിട്ടില്ല, പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ ആ ഒരു റൂം ടെമ്പറേച്ചറിന്റെയും ഒത്തിരി താഴെയായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് നമ്മൾ കൊടുക്കുന്നത്. നെഗറ്റീവ് ആകുമ്പോൾ അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണ്, അതായത് മൈനസ് ഉൾപ്പെടുന്ന നമ്പേഴ്സ് ആയിരിക്കും വരാം. പോസിറ്റീവ് ടെമ്പറേച്ചർ ആകുമ്പോൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറുകളായിരിക്കും വരാം. ഓക്കെ, അത് മാത്രം ഒന്ന് വ്യത്യാസം മനസ്സിലാക്കി വെക്കാം. അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഒരു കോൾഡ് ചേംബർ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചറിലുള്ളതാണ്. അതിന് എങ്ങനെ ചെയ്യാൻ നോക്കിയേ. ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണ്ട, ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ അവിടെ എത്ര ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണ് ബോഡീസ് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കാറ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ 2ഉം 4ഉം. അപ്പൊ 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലായിട്ടായിരിക്കും അവിടെ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് നമ്പേഴ്സ് അല്ലേ വന്നത്? 2ഉം 4ഉം ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട്
പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. 2 ഡിഗ്രി സെൽഷ്യസും 4 ഡിഗ്രി സെൽഷ്യസും ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ. While this is usually used for keeping bodies for up to several weeks. ഇത് കുറച്ച് ആഴ്ചകളിൽ നമുക്ക് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു ബോഡി ഇവിടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. ഇതില് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സിൽ. അപ്പൊ അവിടെ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് ബോഡീസ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. While this is usually used for keeping bodies for up to several weeks. ഇവിടെ കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ബോഡീസ് ഇവിടെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ ഉള്ള കോൾഡ് ചേമ്പേഴ്സിൽ. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇത് എന്താണ് ഡീകേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീസ് അല്ലെ, ഡെഡ് ബോഡീസ് എന്താണ്, അതിന്റെ ഓരോ സമയം കഴിയുന്തോറും അത് ഡീകേ ചെയ്യാൻ തുടങ്ങും അല്ലെ, അഴുകാൻ തുടങ്ങും, അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ ഉള്ള ഒരു കോൾഡ് ചേമ്പറിലാണ് നമ്മൾ വച്ചിരിക്കുന്നതെങ്കിൽ കൂടി ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ വെച്ചാൽ കൂടി അവിടെ ആ ഒരു അഴുകുന്നതിനെ അല്ലെങ്കിൽ ഡീകേ ചെയ്യുന്നതിനെ അത് പ്രിവെന്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. മറിച്ച് വിച്ച് കണ്ടിന്യൂസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ നോർമൽ ആയിട്ട് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ ഒരു ഡെഡ് ബോഡി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കും അല്ലെ. ആ ഒരു റേറ്റിന് അത്രയും ഇല്ല എങ്കിൽ കൂടി ആ റൂം ടെമ്പറേച്ചർ ആ ഒരു ഡീകേ നടക്കുന്ന അല്ലെങ്കിൽ അത് അഴുകുന്ന ആ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ അത്രയും കൂടുതലില്ല. എന്നാൽ കൂടി ചെറിയ സ്ലോവർ റേറ്റിലുള്ള ഡീകേ അവിടെ നടക്കുന്നുണ്ട് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ വെച്ചാലും. കിട്ടിയോ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന്? പോസിറ്റീവ് ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് ഡെഡ് ബോഡീസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതൊന്നാമത്തെ പോയിന്റ് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞാ ഇത് കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഇവിടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കാൻ പറ്റും. എന്നാൽ കൂടി ഇവിടെ ഡീകേ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ അഴുകുന്ന ആ ഒരു പ്രോസസ്സിനെ ഇവിടെ പ്രിവെന്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തടയുന്നില്ല. ഇങ്ങനെ ഈ ഒരു ചേമ്പറിൽ വെച്ചു എന്നതുകൊണ്ട് ആ ഒരു ഡെഡ് ബോഡി ഡീകമ്പോസിഷൻ നടക്കാതിരിക്കുന്നില്ല. പക്ഷെ അതെങ്ങനെയാണ് നടക്കുന്നത്? വളരെ സ്ലോവർ റേറ്റിലായിരിക്കും. ഓക്കെ, സ്ലോവർ റേറ്റിലായിരിക്കും. റൂം ടെമ്പറേച്ചറിൽ നോർമൽ ആയിട്ടുള്ള നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുന്ന ഡെഡ് ബോഡിയെ അപേക്ഷിച്ച് നോക്കുമ്പോ അതിന്റെ അത്രയും കൂടുതൽ ഇവിടെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ നടക്കുന്നില്ല. ഒരു ചെറിയ സ്മോളർ റേറ്റ് സ്ലോവർ റേറ്റിലായിരിക്കും ഇവിടെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീകേ നടക്കുന്നത്. കിട്ടിയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കേട്ടോ അത്. അപ്പൊ മൈനസ് ഒന്ന് ആക്കാം കേട്ടോ, അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. -25 ഡിഗ്രി സെൽഷ്യസ് എന്നാക്കുക. ഓക്കെ, അപ്പൊ ബോഡീസ് ഇവിടെ കെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തിനൊക്കെ ഇടയിലാണ്? എത്ര ടെമ്പറേച്ചറിന് ഇടയിലാണ്? -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ എന്ന് പേര് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പോസിറ്റീവിലാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോ -15 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. Usually used at forensic institutes, particularly when a body has been identified. ഇത് കൂടുതലായിട്ടും ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. ഇപ്പൊ എന്തിനാ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതായത് ഇപ്പൊ പർട്ടിക്കുലർ ആയിട്ട് ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ആ ഒരു മരണ കാരണങ്ങൾ അല്ലെ, ഇപ്പൊ എന്തെങ്കിലും കേസസ് ഒക്കെ ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മരണ കാരണം കണ്ടെത്താനൊക്കെ എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് നാളധികം അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് നാളധികം സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുകയും ആ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ എടുത്ത് പരിശോധിക്കാനും അതിൽ നിന്ന് നമുക്ക് തെളിവുകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. അപ്പോ ഈ ഒരു ടെമ്പറേച്ചറിൽ വെച്ചാൽ ബോഡി
കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും, പൂർണ്ണമായിട്ടും മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. മരവിക്കുക എന്നുള്ളതാണ് ഫ്രോസന്റെ മീനിങ്. ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഇവിടെ ഡീകേ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് അഴുകുന്ന ആ ഒരു അവസ്ഥ ടോട്ടലി എന്ത് ചെയ്തിരിക്കും, സ്റ്റോപ്പ് ചെയ്തിരിക്കും. അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വെക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഡീകേ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും, പൂർണ്ണമായിട്ടും മരവിച്ച ഒരവസ്ഥയിലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ നമ്മൾ അങ്ങനെ ഡീകേ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ ഒരു മൃതദേഹം എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല, അല്ലെ? ഡികമ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഡികമ്പോസിഷനെയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ ഇതിനെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ആണ് നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ചേമ്പേഴ്സിൽ വരുന്ന രണ്ടെണ്ണമാണ് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ഡെഡ് ബോഡീസ് 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ വരുമ്പോൾ അവിടെ -15 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടായിരിക്കും ഡെഡ് ബോഡീസ് സൂക്ഷിക്കുക. ഓക്കെ, ഒന്നാമത്തെ വ്യത്യാസം അതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, ഇവിടെ കുറച്ച് എവിടെയാണ് കൂടുതലും എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടെ എന്താണ് ഡീകേ അല്ലെങ്കിൽ അവിടെ അഴുകുന്ന ആ ഒരു പ്രോസസ്സിനെ ഡീകേയെ പ്രിവെന്റ് ചെയ്യുന്നില്ല, മറിച്ച് അവിടെ ഒരു സ്ലോവർ റേറ്റിൽ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അല്ലെ? പിന്നെ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോഴാണെങ്കിലോ അവിടെ കംപ്ലീറ്റ്ലി ആ ഒരു ഡെഡ് ബോഡീസിനെ ഫ്രോസൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡീകേ ടോട്ടലി സ്റ്റോപ്പ് ചെയ്യുകയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി, 7th വൺ ആണ്. ഇത് നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതിലൊരു ഫങ്ഷണൽ ഏരിയ ആണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ. അതിനാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 7th വൺ ആണ് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. എന്താണ് ഓഫീസ് റൂം? ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആണ് പ്രോസസിംഗ്. 6th വൺ പറയണമെന്നാണ് പറയുന്നത്. 6th വൺ ഓക്കെ, പോസ്റ്റ്മോർട്ടം റൂം. അടുത്തതാണ് 6th വൺ, പോസ്റ്റ്മോർട്ടം റൂം. അപ്പൊ നമുക്ക് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം അവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി. അപ്പൊ ഇവിടെ പോസ്റ്റ്മോർട്ടം റൂം ആയിക്കോട്ടെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, രണ്ടും ടെക്നിക്കലി എങ്ങനെയാണ്, സിമിലർ ആണ്. അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റൂമും ഒരു ഓപ്പറേഷൻ റൂമും ടെക്നിക്കലി സിമിലർ ആണ്. കാരണം എന്താണ്, ഓപ്പറേഷൻ റൂമുകളിലാണെങ്കിൽ നമ്മുടെ ജീവനുള്ള ശരീരങ്ങളെ എന്ത് ചെയ്യുന്നു, കീറിമുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പരിശോധനകൾ നടത്തുന്നു, അല്ലെ? എന്നാൽ പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താ ചെയ്യുന്നത്, അവിടെ ജീവനില്ലാത്ത മൃതശരീരങ്ങളെ എന്ത് ചെയ്യുന്നു, കീറിമുറിച്ച് എന്ത് ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്നു. അതാണ് അവിടുത്തെ വ്യത്യാസം വരുന്നത്. അപ്പൊ ഒരു പോസ്റ്റ്മോർട്ടം റൂം ആണെങ്കിലും ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും രണ്ടും സിമിലർ ആണ്, ടെക്നിക്കലി ഒരുപോലെ തന്നെയാണ്. ഈ അവിടുത്തെ മേജർ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മോർച്ചറി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ദാറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ atmosphere is required to avoid outside infection that enters inside, and mortuary is needed to make sure that inside infection does not spread out. അല്ലെ? ഇപ്പൊ മേജർ ഡിഫറൻസ് എന്താണ്, ഒരു മോർച്ചറി ആൻഡ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഇവിടേക്ക് ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ, അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്, അല്ലെ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻസ് കടക്കാതെ അത് തടയാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കാറ്. അതാണ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക കേട്ടോ. ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ ഇതിനുള്ളിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കടക്കുന്നത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ മോർച്ചറിയിലെ നേരെ തിരിച്ചാണ്, അല്ലെ? മോർച്ചറി നേരെ ഓപ്പോസിറ്റ് ആണ്. മോർച്ചറി ഈസ് നീഡഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻസൈഡ് ഇൻഫെക്ഷൻ ഡസ് നോട്ട് സ്പ്രെഡ് ഔട്ട്. ഇനി മോർച്ചറിയിലാണെങ്കിലോ അവിടെ
ഉള്ളില് അല്ലെ അവിടെ ഡെഡ് ബോഡീസ് മരിച്ച ഡെഡ് ബോഡീസ് ഡീകമ്പോസിഷൻ നടക്കുന്നത് വഴി എന്തൊക്കെ രോഗങ്ങൾ കൊണ്ടാണ് മരിച്ചതെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒത്തിരി അസുഖങ്ങളായിട്ട് മരിച്ചവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഈ മരിച്ച ഡെഡ് ബോഡീസുമായി കൈകാര്യം ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു മോർച്ചറിയുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ മോർച്ചറി ആ ഒരു പോസ്റ്റ്മോർട്ടം റൂമിലൊക്കെ ഇങ്ങനെയുള്ള പരിശോധനകൾ അല്ലെങ്കിൽ തിരിമുറിച്ചുള്ള ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ പോസ്റ്റ്മോർട്ടം റൂമില് എന്താണ് ചെയ്യുന്നത്, അവിടെ കീറി മുറിച്ച് അല്ലെ ശരീരങ്ങൾ കീറി മുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പരിശോധനകൾ നടത്തുന്നു അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യുന്നു. ഓട്ടോപ്സിയും പോസ്റ്റ്മോർട്ടം സെയിം തന്നെയാണെന്ന് അറിയാലോ. അപ്പൊ അവിടെ പോസ്റ്റ്മോർട്ടം റൂമുകൾ വേണം. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു റൂമുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പോലെ തന്നെ ടെക്നിക്കലി സിമിലർ ആയിരിക്കും. അവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്താ, ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് ആ ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ നമ്മുടെ പോസ്റ്റ്മോർട്ടം റൂം അല്ലെങ്കിൽ മോർച്ചറിയിലുള്ള ഇങ്ങനെയുള്ള റൂമുകളിൽ നിന്ന് ഇൻഫെക്ഷൻസ് ആ റൂമിനുള്ളിലുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് അല്ലെ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാതിരിക്കാനാണ് ശ്രമിക്കുക. രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ആണ്. കിട്ടിയോ ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത്? ഒന്നുകൂടി പറയണോ? പോസിറ്റീവ് ഒന്നും കൂടി പറയണം എന്നാണോ സൗമ്യ പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ എന്താണ് പറയുന്നത്, 2 to 4 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണ് അവിടെ ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, സൂക്ഷിച്ചു വെക്കുന്നത്. While this is usually used for keeping bodies for up to several weeks. കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് നമുക്ക് ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ചേമ്പറിൽ സൂക്ഷിക്കാൻ പറ്റും. എന്നാൽ ഇത് ഡസ് നോട്ട് പ്രിവെന്റ് ഡിക്കേ. ഇത് ഡിക്കേ ആവുന്ന അല്ലെങ്കിൽ ഡികമ്പോസിഷൻ അല്ലാണ്ട് അഴുകുന്ന ആ ഒരു പ്രോസസ്സിനെ തടയുന്നില്ല. മറിച്ച് അവിടെ ഒരു റൂം ടെമ്പറേച്ചറിൽ നടക്കുന്ന അത്രയും ഹയർ എമൗണ്ടിൽ നടക്കുന്നില്ല എന്നേ പറയുന്നുള്ളൂ. എന്നാൽ ഒരു സ്ലോവർ റേറ്റിൽ അവിടെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കേ നടക്കുന്നുണ്ട്. കിട്ടിയോ? അപ്പൊ ഒരു റൂം ടെമ്പറേച്ചറിൽ അവർ പെട്ടെന്ന് ആ ഡികമ്പോസിഷൻസ് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ബോഡീസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതാണ് അല്ലെ. ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു കാര്യം ഡികമ്പോസിഷനെ അതിന്റെ ആ റേറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു റേറ്റ് കുറച്ച് വെക്കാൻ പറ്റും. എന്നാൽ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു ഡിഗ്രി ആവുന്നതിനെ അവിടെ തടയുന്നില്ല. ഓക്കെ, പോസിറ്റീവ് ടെമ്പറേച്ചറിൽ. ദെൻ എന്താണ് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റൂം ഒന്നും കൂടി പറയണോ? പോസ്റ്റ്മോർട്ടം റൂം എന്താണ്? പോസ്റ്റ്മോർട്ടം റൂം ഓപ്പറേഷൻ തിയേറ്ററിനെ പോലെ തന്നെ ടെക്നിക്കലി എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിനെ പോലെ തന്നെയായിരിക്കും. കാരണം എന്താ, ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമുകളിലാണെങ്കിൽ മരിച്ച മൃതദേഹങ്ങളെ കീറിമുറിച്ച് നമ്മുടെ പരിശോധനകൾ നടത്തുന്നു. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലോ ജീവനുള്ള ശരീരങ്ങളെ കീറിമുറിച്ചാണ് അവിടെ പരിശോധനകൾ നടത്തുന്നത് അല്ലെ, ഓപ്പറേഷൻസ് നടത്തുന്നത്. അപ്പോ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, പോസ്റ്റ്മോർട്ടം റൂമുകളിലാണെങ്കിൽ ഇങ്ങനെയുള്ള മൃതശരീരങ്ങൾ മരിച്ച ഡെഡ് ബോഡീസ് അല്ലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മൾ അവിടെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ ചെയ്ത് ഓരോ പരിശോധനകൾ നടത്തുന്നത്. അപ്പോ ആ ഒരു ഡെഡ് ബോഡി മരിച്ച ആ ഒരു ഡെഡ് ബോഡി പല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അത് ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇൻഫെക്ഷൻസ് അതിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, പുറത്തേക്ക് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു മോർച്ചറി റൂമിൽ നിന്നും പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പോകുന്നതിനെ തടയണം. അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിലുള്ള വ്യത്യാസം എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ നേരെ തിരിച്ചാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പുറത്തുള്ള ഇൻഫെക്ഷൻ ഇതിനുള്ളിലേക്ക് കയറാതിരിക്കാൻ അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കയറാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ മോർച്ചറിയിലാകുമ്പോ ഈ ഒരു പോസ്റ്റ്മോർട്ടം റൂമിൽ ഉള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് പോവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സെവൻത് പോയിന്റ് നോക്കിയേ, ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. അവിടെ ഓഫീസ് റൂമുകൾ അല്ലെ, അവിടെ നമ്മൾ എന്താണ് ഓരോ ഡെഡ് ബോഡീസ് എപ്പോ വന്നു, എങ്ങനെയാണ്, എത്ര എണ്ണം വന്നിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താനായിട്ട് അവിടെ റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ, റെക്കോർഡ് ബുക്കും കാര്യങ്ങളും ഉണ്ടാവും. അതങ്ങനെ ആ പ്രോസസ് ചെയ്യണം, ആ റെക്കോർഡ് കീപ്പ് ചെയ്യുക, അത് പ്രോസസ് ചെയ്യേണ്ടത് അതിനൊക്കെ ആവശ്യമായിട്ട് ഒരു ഓഫീസ് റൂം ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. സെക്കൻഡ് 81 നോക്കി,
ഡോക്ടേഴ്സ് റൂം. ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ള പ്രൊസീജിയർ ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് വേണം അല്ലെ, സർജൻസ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് അവരുടെ ആ ഒരു ഡോക്ടർ റൂം കൊടുത്തിരിക്കണം. നെക്സ്റ്റ് നോക്കി 9 സ്റ്റോർ റൂമുകൾ, അതായത് ഈ പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് വെക്കാനോ അതുപോലെ തന്നെ സിസേഴ്സ് മറ്റുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടോ അവിടെയുള്ള മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്ത് വെക്കാനൊരു സ്റ്റോർ റൂം വേണം. പിന്നെ എന്താ 10th പറയുന്നത് റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസും ടെക്നീഷ്യൻസും ഒക്കെ ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ടുണ്ടാവുമല്ലോ. മറ്റാളുകൾ ഡോക്ടേഴ്സ് അല്ലാത്ത അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു റൂം വേണം അല്ലെ. എല്ലാവർക്കും അവരുടേതായ പ്രത്യേകമായിട്ടുള്ള റൂമുകൾ കൊടുത്തിരിക്കണം. ചേഞ്ചിങ് റൂമുകൾ, എന്തിനാണ് ചേഞ്ചിങ് റൂം? പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരവരുടേതായ ആ ഒരു നോർമൽ ഡ്രസ്സിലല്ലായിരിക്കും ചെയ്യുക അല്ലെ. അവർ അതിൻ്റെതായ ഗൗണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അതിനുള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്കൊരു ചേഞ്ചിങ് റൂം വേണം. നെക്സ്റ്റ് 12th വണ്ണാണ് ടോയ്ലറ്റ്സ്. അതിനോടനുബന്ധിച്ച് ഒരു ടോയ്ലറ്റ് സൗകര്യവും അവർക്ക് ഒരുക്കിയിരിക്കണം. ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? 12 ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് വൺ പറഞ്ഞതാണ് റിസപ്ഷൻ. തേർഡ് വൺ എന്താ പറഞ്ഞേ? ട്രോളി ബേ അല്ലെ. ഫോർത്ത് വൺ ആണ് വെയിറ്റിംഗ് ഏരിയ. ഫിഫ്ത്ത് വൺ ആണ് സ്റ്റോറേജ് ചേംബർ. അതിനുള്ളിൽ വരുന്ന രണ്ടെണ്ണമാണ് പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ് വരുന്നത്. ഓക്കെ. സിക്സ്ത് വൺ ആണ് പോസ്റ്റ്മോർട്ടം റൂം. സെവൻത് വൺ എന്താ പറഞ്ഞത്? ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. റെക്കോർഡ് കീപ്പ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും ഒരു ഓഫീസ് റൂം വേണം. അതുപോലെ ഡോക്ടേഴ്സിന് റൂം വേണം. സ്റ്റോർ റൂമുകൾ, എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്റ്റോർ റൂം വേണം. റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസിനും ടെക്നീഷ്യൻസിനും ഒരു റൂം വേണം. ചേഞ്ചിങ് റൂമുകൾ, എന്താണ് അവിടെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അവരുടെ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിങ് റൂം വേണം. അതുപോലെ തന്നെ 12th വൺ ആണ് ടോയ്ലറ്റ്സ്. ഒരു ടോയ്ലറ്റ് സൗകര്യവും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഫങ്ഷണൽ ഏരിയയിൽ വരുന്നതാണ്. ഈ ഫങ്ഷണൽ ഏരിയയിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തതായിട്ടുണ്ടോ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം നമുക്ക്. ടൈപ്സ് ഓഫ് മോർച്ചറീസ്. മോർച്ചറി ഏതൊക്കെ തരത്തിലാണ് മോർച്ചറീസ് ഉള്ളതെന്നാണ്. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാലും മതി കേട്ടോ. അപ്പൊ നോക്കി, ടൈപ്സ് ഓഫ് മോർച്ചറി 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി, ആൻഡ് തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. ഫസ്റ്റ് വൺ എന്താണ്? വെയിറ്റിംഗ് മോർച്ചറി. സെക്കൻഡ് വൺ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. ടൈപ്സ് ഓഫ് മോർച്ചറീസ് 3 തരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് വെയിറ്റിംഗ് മോർച്ചറി. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി building planned specifically for the purpose affirming that deceased persons are truly dead. എന്താണ് ഡിസീസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ആ ഒരു വ്യക്തി എന്നുള്ളതാണ് കേട്ടോ. മരണമടഞ്ഞ വ്യക്തികള് അഫൈമിങ് എന്ത് ചെയ്യാ? സ്ഥിരീകരിക്കുക കേട്ടോ. അഫൈമിങ് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക. അപ്പൊ ഡിസീസ്ഡ് പേഴ്സൺസ് അല്ലെങ്കിൽ മരണമടഞ്ഞ ആ വ്യക്തികള് എന്താണ്? ട്രൂലി ഡെഡ്, അതായത് യഥാർത്ഥത്തിൽ അവർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം അല്ലെ. അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സ്പെസിഫിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത്, പ്രത്യേകം ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. Okay, waiting mortuary is a mortuary building planned specifically for the purpose affirming that deceased persons are truly dead. എന്താണ്? അവിടെ ആ ഒരു മരണമടഞ്ഞ വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള, അതായത് ഒരു പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ. Before the emergence of modern methods of verifying death, people feared that they would be buried
ലൈവ്. ബ്യൂറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കം ചെയ്യുക അല്ലെ, അടക്കം ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഇവിടെ മോഡേൺ ആയിട്ടുള്ള മെത്തേഡ്സ് വെരിഫൈങ് ഡെത്ത്, അതായത് ആ ഒരു ഡെത്ത് സംഭവിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഉള്ള മോഡേൺ മെത്തേഡ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് പീപ്പിൾസ് എന്ത് ചെയ്തു? ഫിയർഡ് ആയിരുന്നു, അവർക്ക് പേടിയായിരുന്നു. ദാറ്റ് ദേ വുഡ് ബി ബുറിഡ് ലൈവ്, അവര് ജീവനോടെ അവരെ അടക്കം ചെയ്യുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ടായിരുന്നു. മരിച്ചിട്ടില്ല. ഇപ്പൊ ചില കേസുകൾ നമുക്ക് കാണാറില്ല, അതായത് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചാൽ പോലും ചിലപ്പോ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരതിൽ നിന്ന് റിക്കവർ ആയിട്ട് മരിച്ച ആൾക്കാർ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന പോലെ സംഭവങ്ങൾ വളരെ റെയർ ആയിട്ടൊക്കെ കാണാറുണ്ട് അല്ലെ, കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മരിച്ച മുൻപ് ഇങ്ങനെ മോഡേൺ മെത്തേഡ്സ് ഒക്കെ വരുന്നതിന് മുൻപ് ആ ഒരു ഡെത്ത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് മോഡേൺ മെത്തേഡ്സ് ഒക്കെ വരുന്നതിന് മുൻപ് ആളുകൾക്ക് ഒരു പേടിയായിരുന്നു, അവരെ ജീവനോടെ തന്നെ എന്ത് ചെയ്യാം, അടക്കം ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്, ടു ലെസൺ സച്ച് ഫിയേഴ്സ്. ഈ ഫിയേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലേറ്റ്ലി ഡിസീസ്, അതായത് ഈ അടുത്ത് മരണപ്പെട്ടതായിട്ടുള്ള ആളുകളെ കുറച്ച് സമയം ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കും. ഓക്കെ, അറ്റൻഡൻസ് വുഡ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ലൈഫ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് അവിടെയുള്ള അറ്റൻഡൻസ്, അവിടെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകള്, അതിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ അസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെയുള്ള ആ അറ്റൻഡൻസ് അവരെന്ത് ചെയ്യും, വാച്ച് ഫോർ സൈൻസ് ഓഫ് ലൈഫ്. അവരുടെ ജീവന്റെ തുടിപ്പ്, അവരിൽ എന്തെങ്കിലും ഒരു ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ ജീവന്റെ ഒരു അടയാളമുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും, വാച്ച് ചെയ്യും, നിരീക്ഷിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറി കൊടുത്തിരിക്കുന്നത്. The corpses would be allowed to decompose partially prior to burial. Burial എന്നാണ് കേട്ടോ, അവിടെ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. prior to burial, BURIAL, burial. ഓക്കെ, ഇനി ദ കോപ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കോപ്സ് എന്ന് പറയുന്നത് മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം. അപ്പൊ ആ മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം ഈ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുൻപായിട്ട് ഇങ്ങനെയുള്ള വെയിറ്റിംഗ് റൂമിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ നടത്താനായിട്ട് നമ്മൾ അലോ ചെയ്യുന്നു. അത് വഴിയും നമുക്ക് ഈ ഒരു മൃതദേഹം യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയ രീതിയിലുള്ള ഡികമ്പോസിഷൻ നടക്കാനൊക്കെ, ഇപ്പൊ സ്മെല്ല് ഡികമ്പോസിഷൻ തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സ്മെല്ല് പോലെയുള്ള കാര്യങ്ങൾ വന്നോടുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഡികമ്പോസിഷന് അലോ ചെയ്യുന്നുണ്ട്, അതിന് അനുവദിക്കുന്നുണ്ട് ഈ മൃതശരീരത്തിന് വെയിറ്റിംഗ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് കേട്ടോ. അപ്പൊ വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്തൊക്കെയാ പറയുന്നത്? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ, ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? മരണമടഞ്ഞ വ്യക്തികള്, അവർ യഥാർത്ഥത്തിൽ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള പ്രത്യേകമായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന മോർച്ചറി ബിൽഡിങ്ങുകളിൽ നമ്മൾ അവരെ സൂക്ഷിക്കുന്നു. ആ ഒരു മോർച്ചറി ബിൽഡിങ്ങിനെയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ, അതായത് പുതിയതായിട്ട് വെരിഫൈ ചെയ്യുന്ന, അതായത് ഒരു മരണം സംഭവിച്ചു ആ ഒരു കാര്യം സ്ഥിരീകരിക്കാനായിട്ട് പുതിയ മെത്തേഡുകളൊക്കെ വന്നതിന് മുൻപ് ആളുകൾക്ക് അവരെ ജീവനോടെ തന്നെ അവരെ എന്ത് ചെയ്യുന്നു, അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് എന്താണ് മരണമടഞ്ഞതായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, കുറച്ച് സമയം ഈ ഒരു വെയിറ്റിംഗ് റൂമില് വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്ത് ചെയ്യുന്നു, അവരെ അവിടെ സൂക്ഷിക്കുന്നു. അങ്ങനെ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ അവിടെ അറ്റൻഡൻസ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒരു ഡെത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മരണമടഞ്ഞ ആ വ്യക്തിയെ നിരീക്ഷിക്കുകയും അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും സൈൻസ് ഓഫ് ലൈഫ്, ജീവന്റെ അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ മൃതശരീരങ്ങൾ അല്ലെങ്കിൽ ഈ ശവശരീരങ്ങൾ എന്ത് ചെയ്യുന്നു, allowed to be decomposed partially prior to burial. അതായത് അവിടെ അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് അവരെ കുറച്ച്, അതായത് ഒരു പാർഷ്യലി വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഡികമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡീക്കേ നടത്താനായിട്ട് അനുവദിക്കുന്നു. അതുവഴിയും നമുക്ക് ഈ ഒരാള് യഥാർത്ഥത്തിൽ മരിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. അതാണ് എന്ത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ വെയിറ്റിംഗ് മോർച്ചറി? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി.
ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്നുള്ള പേരാണെങ്കിൽ കൂടി അത് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു കെയർ സെന്ററുകൾ, അതായത് പ്രായമായവർ ഇപ്പൊ തീരെ അവശ നിലയിലുള്ളവരാണെങ്കിൽ ഒരു ഹോസ്പൈസ് അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമുകൾ പോലെയുള്ളത് ഉണ്ടാവുമല്ലോ. അതായത് ആരും നോക്കാനില്ലാത്തവരോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് വയസ്സാം കാലത്ത് അല്ലെങ്കിൽ അവശത നിലയിലാവുമ്പോൾ അവരുടെ പരിചരണം കൊടുക്കുന്നതായിട്ടുള്ള കുറെ സെന്ററുകൾ ഉണ്ട് അല്ലെ നമ്മുടെ നാട്ടില്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ളവർക്ക് ഇതിനുള്ളിൽ വരുന്നതാണ്. അതും അവിടെയൊക്കെ ഉള്ള അതിന്റെ ഉള്ളിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അതൊരു ഹോസ്പിറ്റലിൽ മാത്രം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതല്ല, ഹോസ്പിറ്റലിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു, ഒരു കെയർ സെന്ററുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഒരു ഹോസ്പൈസ്, ഒരു പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മോർച്ചറിയെയും നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയാം. അപ്പോ ഇങ്ങനെയുള്ള പേഴ്സൺസിന് നമുക്കറിയാം അവര് ഒത്തിരി അവശത അനുഭവിക്കുന്ന ആളുകളായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അവരുടേതായ ട്രീറ്റ്മെന്റുകളല്ല ആവശ്യം, അവർക്ക് അവരുടേതായ ആരോഗ്യപരമായിട്ടുള്ള പരിചരണങ്ങൾ കിട്ടണം, അവരെ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കെയർ സെന്ററുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വീടുകളിൽ ചിലപ്പോൾ അവർക്ക് നോക്കാൻ ആളുകളില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ അത്രയ്ക്ക് മൂർച്ഛിച്ചിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു കണ്ടീഷൻ എന്താണ്, അവരുടെ ആ ഒരു അവർക്ക് ഇനി ട്രീറ്റ്മെന്റുകളൊക്കെ എത്ര കൊടുത്താലും അവരുടെ ചിലപ്പോൾ അതിൽ നിന്ന് ഭേദമാവാൻ അവർ ലാസ്റ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ അവരെങ്ങനെ ഇങ്ങനെയുള്ള സെന്ററുകളിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ മാനസികമായിട്ട് അല്ലെങ്കിൽ അവർ മെന്റലി അവരെ കുറച്ചും കൂടി ഹാപ്പി ആക്കാനായിട്ട് ഇങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് എംപ്ലോയ്സ് salaried personnel called mortuary disinfection service agents or morticians. ഇനി ഇവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയില് സേവനം ചെയ്യുന്ന അവിടെയുള്ള ജീവനക്കാര് അല്ലെ, ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരുണ്ടാവല്ലോ, അവർ ആ ജീവനക്കാരെ എന്താണ് എംപ്ലോയി സാലറീഡ് പേഴ്സണൽ, അവിടെയുള്ള ആ ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. ഓക്കെ, അവിടെ ആ ഹോസ്പിറ്റൽ മോർച്ചറിയില് സേവനം ചെയ്യുന്ന അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ, വർക്ക് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? അത്രയും പോയിന്റ് കിട്ടിയോ? ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് അല്ലെ. ഹോസ്പിറ്റലിലെ ഒരു മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ കെയർ സെന്ററുകൾ ആയിക്കോട്ടെ, ഹോസ്പൈസ് ആയിക്കോട്ടെ, ഒക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ള സേവനങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെയൊക്കെ ഒത്തിരി പ്രായമായവർ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്ന എന്തെങ്കിലും രോഗത്താല് അത്രയധികം അവരുടെ ആ ഒരു എൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞു, അവർക്ക് ഇനി പിന്നീട് ഒരു ജീവിത ലൈഫ് ഇല്ല, അവരുടെ ആ ഒരു എൻഡ് ആയി കഴിഞ്ഞു ജീവിതത്തിന്റെ. അപ്പൊ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള മെന്റൽ ഹെൽപ്പും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കെയർ സെന്റേഴ്സ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കെയർ സെന്റേഴ്സ്, ഹോസ്പൈസസ്, പാലിയേറ്റീവ് കെയറുകൾ പോലെയുള്ള റിട്ടയർമെന്റ് ഹോമുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, അതിൽ അവിടെ പെട്ടെന്ന് മരണപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ അവരെന്ത് ചെയ്യുക, മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ അവരെ മോർച്ചറിയിലേക്ക് മാറ്റണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മോർച്ചറിയും നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സേവനത്തിന്റെ ഭാഗം തന്നെയാണ്. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. ഇനി ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് അവിടേക്ക് ഓരോ പേഷ്യൻസ് അങ്ങനെ മരണമടഞ്ഞു കഴിഞ്ഞാൽ അവരെ മാറ്റുന്നുണ്ടല്ലോ. അപ്പൊ അവരെ മാറ്റുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അവിടെ മാറ്റുന്നത്? ഡെലിഗേറ്റഡ് ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. ഫോറൻസിക് ആയിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ടാണ്, അതായത് ഫോറൻസിക് പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു പോസ്റ്റ്മോർട്ടം സേവനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോപ്സി പോലെയുള്ള സേവനങ്ങൾ വഴി അവർ ഫോറൻസിക് ആയിട്ടുള്ള വൈദ്യ പരിശോധനകളൊക്കെ നടത്തി അവർ ആ മരണ കാരണങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ഇൻ റൂറൽ ഏരിയാസ് വേർ ദേർ ആർ നോ ബുറിയൽ ഫെസിലിറ്റീസ് നിയർ ബൈ. ഇനി ഒരു റൂറൽ ഏരിയ എന്ന് പറയുന്നത് ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. ആ ഒരു ഗ്രാമപ്രദേശത്തിലൊക്കെ ഇങ്ങനെയുള്ള അടക്കം ചെയ്യാൻ, അതാണ് ബുറിയൽ എന്ന് പറയുന്നത് കേട്ടോ. അടക്കം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി
ഫെസിലിറ്റി ഒന്നും അവർക്ക് തൊട്ടടുത്ത് നിയർ ബൈ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി മേ റിസീവ് ദ ബോഡി. ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ആ ബോഡി റിസീവ് ചെയ്യുന്നു. The body of an individual who died outside its own vicinity. അതായത് ആ മോർച്ചറി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ തൊട്ട് അടുത്ത്, അതാണ് ഔട്ട്സൈഡ് ഇറ്റ്സ് വിസിനിറ്റി എന്ന് പറഞ്ഞാൽ നിയർ ബൈ ഏരിയ, അല്ലെങ്കിൽ ആ സമീപ പ്രദേശത്ത് ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ സ്വീകരിക്കും. ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സ്വീകരിക്കും. ഫോർ എ ഫീ, ഒരു ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ടായിരിക്കും എന്ന് മാത്രം. കിട്ടിയ ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയുള്ള അവരുടെ തൊട്ടടുത്ത് ആരെങ്കിലും ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അവർക്ക് ആ ഒരു സംസ്കാരം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടക്കം ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു സ്ഥലം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് വരെ ഒക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹോസ്പിറ്റൽ തൊട്ടടുത്ത ആ ഹോസ്പിറ്റൽ മോർച്ചറി എവിടെയാണുള്ളത് അവിടെ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു തുക ആ ഒരു മോർച്ചറി ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ആ ഒരു ചെറിയ തുക നമ്മൾ കൊടുത്തുകൊണ്ട് ചെറിയൊരു ഫീസ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ ആ ഒരു മോർച്ചറിക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ട് സമീപത്തുള്ള ഏതൊക്കെ ആരൊക്കെയാണോ മരിച്ചത് അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടാത്ത സാഹചര്യം വരാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമുക്ക് ആ ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഉണ്ടാവാം, സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ്, ഹോസ്പിറ്റലിലാവാം, അതുപോലെ കെയർ സെന്ററുകള്, ഹോസ്പൈസ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമുകൾ പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്ന ആരാണ്ട് വർക്ക് ചെയ്യുന്ന ജീവനക്കാര്, ആ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഒരു സേവനം തന്നെയാണ്, ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. ഈ ഒരു മോർച്ചറിയില് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോപ്സി പ്രൊസീജിയർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ആണ് ചെയ്യുന്നത് അല്ലെ. അതായത് സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്, അതെന്താണ് ഫോറൻസിക് രീതിയിലുള്ള വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ, ഫോറൻസിക് പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ അവർക്ക് തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവരുടെ അടക്കം ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എങ്കിൽ കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു അടക്കം ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഫെസിലിറ്റി കിട്ടുന്നത് വരെയൊക്കെ നമുക്ക് ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവരുടെ തൊട്ട് അടുത്തുള്ള ഏരിയയിലുള്ള ആളുകൾ മരിച്ചാലാണ്ട് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവർ എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ തൊട്ട് നിയർ ബൈ ഏരിയയിൽ സമീപത്തുള്ള ആളുകളാണ് മരിച്ചത് എന്നുള്ളത് ഉറപ്പാവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ മോർച്ചറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫീസ് കൊടുത്തുകൊണ്ട് അവർക്ക് ചെറിയൊരു ഫീസ് ഈടാക്കുവര് ആ ഒരു ഫീസ് കൊടുത്തുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവർക്ക് എപ്പോഴാണ് അവർക്ക് ആ ഒരു സംവിധാനം ഫെസിലിറ്റി സൗകര്യം വരുന്നത് അത്രയും ദിവസം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സൗകര്യം കൊടുക്കുന്നുണ്ട്. കിട്ടിയോ ഹോസ്പിറ്റൽ മോർച്ചറി? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ പ്രൈവറ്റ് മോർച്ചറി ആ ഒരു പേര് കൊണ്ട് തന്നെ നമുക്കറിയാം അല്ലെ, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. A private mortuary is a private structure. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറിയൽ ഓർ ക്രിമേഷൻ. അതായത് ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, അടക്കം ചെയ്യുക അല്ലെങ്കിൽ ശവസംസ്കാരമാണ് ക്രിമേഷൻ. ഓക്കെ, അപ്പൊ ഒന്നില്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ശവസംസ്കാരം ചെയ്യുന്നതിനോ ഒക്കെ മുൻപായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതായത് ഈ ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതാണ്, ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ പ്രൈവറ്റ് മോർച്ചറിയിൽ എന്താണ്, ഈ ഒരു പ്രൈവറ്റ് ആണ് അല്ലെങ്കിൽ സ്വകാര്യ മോർച്ചറിയാണ്. അപ്പൊ ഒരു സ്വകാര്യ മോർച്ചറിയിൽ നമുക്ക് എന്തെങ്കിലും ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് ആളുകളെ എന്ത് ചെയ്യാം, മരിച്ച ഡെഡ് ബോഡീസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറീസ്. ഇനി ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. അതായത് വീടുകളിൽ വെച്ചൊക്കെ മരിച്ച ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ പുറത്ത് ആണ് അവരുടെ വിദേശത്തൊക്കെയാണ് അവരുടെ റിലേറ്റീവ്സ് എങ്കിൽ ചിലപ്പോൾ അവർ വരാനായിട്ട് ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ ചിലപ്പോൾ പിടിക്കാം അല്ലെ. കുറച്ച് ദിവസങ്ങൾ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ദിവസം നമുക്ക് അവരുടെ വീടുകളിൽ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ വീടുകളിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാക്സിമം നമ്മൾ ഒരു ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൈവറ്റ് മോർച്ചറികളെയാണ് കൂടുതൽ സമീപിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രൈവറ്റ് മോർച്ചറികളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെഡ് ബോഡീസ് അവരുടെ
അവരുടെ ശവസംസ്കാരം ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വരെയോ ഒക്കെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അൺലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി, ഇനി ഒരു ഹോസ്പിറ്റൽ മോർച്ചറി പോലെ ഒരു പ്രൈവറ്റ് മോർച്ചറി മേ നോട്ട് റിസീവ് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഡൈഡ് ഓഫ് സർട്ടൻ ഇൻഫെക്ഷൻ ഡിസീസസ്. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഡിസീസസ് വന്ന് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ബോഡീസ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി സ്വീകരിക്കുന്നത് പോലെ ഈ പ്രൈവറ്റ് മോർച്ചറിക്കാർ എന്ത് ചെയ്യില്ല, റിസീവ് ചെയ്യില്ല. ഓക്കെ, അപ്പോ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസുകൾ വന്നവരാണെങ്കിൽ നമുക്ക് അവരെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെ ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിക്കാർ എന്ത് ചെയ്യില്ല, മോർച്ചറിയിലേക്ക് സ്വീകരിക്കാറില്ല. Okay, all private mortuaries are run by funeral homes. എന്താണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്? അതായത് ശവസംസ്കാരം നടത്തുന്ന ആ ഒരു എന്താണ് സ്ഥലം അല്ലെങ്കിൽ അത് ആ ഒരു സേവനമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് പുറത്താണ് ഇത് കൂടുതലും എന്താണ് കുറച്ചും കൂടി വ്യാപിക്കുന്നത്. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവര് എല്ലാ ചടങ്ങുകളും അല്ലെ, അവരുടെ ഒരു എല്ലാ ചടങ്ങുകളും ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ് അല്ലെ. പുറത്തെ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഈ കേരളത്തിൽ നിന്നും അത്രയും അധികം വന്നിട്ടില്ല എങ്കിൽ കൂടി പുറമെയൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറുകൾ എന്ന് പറയുന്നത് അവരൊരു ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഈ മരണപ്പെട്ട ആളുകളുടെ അവർക്ക് വീടുകളെ സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ആ ഒരു സംസ്കാരം കഴിയുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു ഇങ്ങനെയുള്ള പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാം. ഇനി ഈ മോർച്ചറിയിൽ സൂക്ഷിച്ച് അവർക്ക് ആ ഒരു ശവസംസ്കാരവും അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതും ഒക്കെ അവരെന്ത് ചെയ്യുക, അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിന്റെ സൗകര്യവും ഇവര് തന്നെ കൊടുക്കുന്നതാണ്. കിട്ടിയോ? അപ്പൊ നമ്മൾ ആ ഒരു പ്രൈവറ്റ് ഫ്യൂണറൽ ഹോംസ് പറയുന്നത് തന്നെ നോട്ട് വേണോ? ഫ്യൂണറൽ ഹോംസിന്റെ എഴുതി എടുത്തോ കേട്ടോ. ഫ്യൂണറൽ ഹോംസ് എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ വരണ്ട. ഫ്യൂണറൽ ഹോമും ഫ്യൂണറൽ പാർലർ എന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. ഇത് ജസ്റ്റ് നോട്ട് ചെയ്തു. A funeral home or funeral parlor is a business. A funeral home or a funeral parlor is a business. A funeral home or a funeral parlor is a business that provides burial and funeral services, burial and funeral services for the dead and their families, for the dead and their families, for the dead and their families, for the dead and their families. A funeral home, a funeral parlor is a business that provides burial and funeral services for the dead and their families. ഒന്നുകൂടി പറയണം. A funeral home or funeral parlor is a business that provides burial and funeral services, burial and funeral services for the dead and their families, for the dead and their families. കിട്ടിയോ? എ ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ അവരെന്താ ചെയ്യുന്നത്? ആ ബ്യൂറിയൽ അല്ലെങ്കിൽ അടക്കം ചെയ്യാനായിട്ടുള്ള സേവനങ്ങള് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവർ ആ നിശ്ചിതമായിട്ടുള്ള തുകയൊക്കെ ഈടാക്കും അല്ലെ. അല്ലാതെ അവർ ഫ്രീ ആയിട്ടൊന്നും അല്ല ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ അതൊരു സേവനമാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഒരു ബിസിനസ് പോലെ തന്നെയാണ് അല്ലെ. ഇപ്പൊ എല്ലാം ബിസിനസ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ പെടുന്നതാണ് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ആ ഒരു സേവനത്തിനുള്ളിൽ പെടുന്നതാണ് ഈ പ്രൈവറ്റ് മോർച്ചറി. ഇപ്പൊ പ്രൈവറ്റ് മോർച്ചറിയിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീടുകളിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം, പ്രൈവറ്റ് മോർച്ചറികളിൽ അവരുടെ ആ ഒരു ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് വരെ നമുക്ക് അവരെ ആ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാം. അങ്ങനെ പുറത്തുള്ള വിദേശത്തുള്ള ആളുകളൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ദിവസമൊക്കെ നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് തന്നെ
എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള അടക്കങ്ങളും അങ്ങനെയുള്ള ശവസംസ്കാര സേവനങ്ങളെല്ലാം ഇവര് തന്നെ ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലേഴ്സ് ആ സേവനങ്ങളും ആ ഒരു മരിച്ച ആ ഒരു ഡെഡ് ബോഡിക്കും അവരുടെ ആ ഫാമിലിക്കും വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, ശവസംസ്കാരമൊക്കെ അവർ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരും അത് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളെല്ലാം ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിൽ വരുന്നുണ്ട്. ഓക്കെ, അതൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ളിൽ വരുന്ന ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, ഇതൊരു സ്വകാര്യ മോർച്ചറിയാണ്, സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, then all private mortuaries are run by funeral homes. ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയെ മാനേജ് ചെയ്യുന്നത് ഈ ഫ്യൂണറൽ ഹോംസ് ആണ്. ഇനി പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ദി എക്സ്റ്റേണൽ സർവീസസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതിന് പുറമെ കൊടുക്കുന്ന ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി. They come under the category either of funeral home or funeral parlor. Funeral home അല്ലെങ്കിൽ funeral parlor എന്ന് പറയുന്ന ആ കാറ്റഗറിയുടെ ഉള്ളിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്, ഒരു സ്വകാര്യ മോർച്ചറിയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ശവസംസ്കാരം ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് മൃതശരീരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റിസീവ് റിമെയിൻസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം അത് അവിടെ അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാരം ചെയ്യുന്നതിനൊക്കെ മുൻപായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് താമസിക്കാൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. അത് കൂടുതലായിട്ടും വീടുകളിലൊക്കെ വെച്ച് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആ വിദേശത്തുള്ള ആളുകളൊക്കെയാണ് വരാനുള്ളത്, റിലേറ്റീവ്സ് ഉള്ളതെങ്കിൽ അവർ വരാനൊക്കെ കുറച്ച് ദിവസമൊക്കെ എടുക്കെങ്കിൽ നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറികളിൽ ഈ ഡെഡ് ബോഡീസിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹോസ്പിറ്റൽ മോർച്ചറി പോലെ എല്ലാ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് വന്ന് മരണപ്പെട്ടവരെ ഒന്നും ഈ പ്രൈവറ്റ് മോർച്ചറികളിൽ എടുക്കില്ല. അവര് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഇങ്ങനെ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ ഇല്ലാത്ത കേസുകളൊക്കെ വരുമ്പോഴാണ് അവർ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാനായിട്ട് അത് അനുവദിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറുകളുടെ ഉള്ളിൽ പെടുന്നതാണ്. ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ബിസിനസ് ആണ് അല്ലെ. അതായത് മരണപ്പെട്ട ആ ഒരു ഡെഡ് ബോഡിയോടും അതുപോലെ അവരുടെ ഫാമിലിക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന ഒരു സേവനമാണ്. അതിൽ എന്തൊക്കെ എന്താണ്, ഒന്നിൽ അടക്കം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ശവസംസ്കാര ചടങ്ങുകളും ഒക്കെ ചെയ്യുന്ന ഒരു സേവനമാണ് ഫ്യൂണറൽ ഹോംസ് ആൻഡ് ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ചിലർക്ക് ആ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ മാത്രം സഹായം മതിയാവും, അല്ലെങ്കിൽ അതിനുശേഷം ചില ആളുകൾക്ക് എന്താണ് അതിനുശേഷമുള്ള എല്ലാ ചടങ്ങുകളും നടത്താനായിട്ട് ഒരു സഹായം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ് ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർസ്. ഓക്കെ, അപ്പൊ അതിന് ഉള്ളിൽ വരുന്ന ഫ്യൂണറൽ ഹോംസിനുള്ളിൽ വരുന്ന അവർ ചെയ്യുന്ന ഒരു പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ വരുന്ന ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിൽ ഉള്ളിൽ വരുന്ന ഒരു കാറ്റഗറി തന്നെയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ പ്രൈവറ്റ് മോർച്ചറി? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ആ 3 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. വെയിറ്റിംഗ് മോർച്ചറി പറഞ്ഞു, ഹോസ്പിറ്റൽ മോർച്ചറി പറഞ്ഞു, പ്രൈവറ്റ് മോർച്ചറി പറഞ്ഞു. 3നും 3 ലക്ഷ്യമാണ് കേട്ടോ. 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ആ 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഇനി ഒരു മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ? മോർച്ചറി ആകുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ ആ മെയിൻ്റെനൻസ്, അതിന്റെ ആ ഒരു എൻവയോൺമെന്റിൽ അതിന്റെ ഒരു ചുറ്റുപാട് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ഒരു 5 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. ഇവിടെ എന്താണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രജിസ്റ്ററിൽ ഇപ്പൊ ഒത്തിരി ഡെഡ് ബോഡീസ് വരുന്നുണ്ട് അല്ലെ, ഒരു മോർച്ചറിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ ദിവസം വന്നു, എത്ര ദിവസം അവിടെ നമ്മൾ സൂക്ഷിച്ചു, അതുപോലെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിലവിൽ അവിടെ എത്ര ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി എത്ര സ്പേസ് ഒഴിവുണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ രേഖകളും അതിന്റെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഒക്യുപ്പൻസി രജിസ്റ്റർ വളരെ അപ്ഡേറ്റ് ആയിട്ട്, വളരെ പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മോർച്ചറിയിൽ
അപ്ഡേറ്റ് ആക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആ കാര്യങ്ങളെല്ലാം ആ രജിസ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി അപ് ടു ഡേറ്റ് ആയിട്ട് ആ മോർച്ചറിയിൽ വെച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നോക്കി, the necessary temperature of the mortuary is observed and sustained. ഇനി ഇവിടെ ആ ഒരു കോൾഡ് ചേമ്പറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അവിടെ ആ ഒരു ടെമ്പറേച്ചർ അതിന്റെ ആ ഒരു നിരക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടെമ്പറേച്ചറിന് ഇടയിൽ വെച്ചാൽ മാത്രമേ അത് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുള്ളൂ അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ആ മോർച്ചറിയിൽ അത് ആ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് അവിടെ സൂക്ഷിക്കുന്നുണ്ടോ, ആ ഓരോ ഡെഡ് ബോഡീസ് വെച്ചിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒബ്സർവ് ചെയ്യുകയും സസ്റ്റെയിൻ ചെയ്യുകയും അതിനെ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുകയും വേണം. അതാണ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യം. മൂന്നാമത്തെ നോക്കി, cleanliness and cleanliness of the mortuary is sustained. അതുപോലെ തന്നെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട് അല്ലെ, പുറത്തേക്ക് പോകാനായിട്ട് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ മോർച്ചറി എപ്പോഴും വളരെ ക്ലീൻ ആക്കിയിടണം, വൃത്തിയുള്ളതും അതുപോലെ തന്നെ വളരെ അടുക്കും ചിട്ടയുമുള്ളതും ഒക്കെ ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ് നോക്കി, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കുക, മോർച്ചറിയുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പാക്കണം, അത് നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും വേണം. അപ്പോ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 മിനിറ്റ്. ഓക്കെ, അപ്പോ എന്താണ് പറഞ്ഞത്? സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അവിടുത്തെ മോർച്ചറിയുടെ ആ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പൊ മോർച്ചറിയില് ഇപ്പൊ ക്രൈംസ് ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ ഡെഡ് ബോഡീസ് കാര്യങ്ങൾ, അതുപോലെ അതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള കുറെ എവിഡൻസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്, അതൊക്കെ കളവ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അല്ല ചിലപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ മോർച്ചറിയുടെ സുരക്ഷിതത്വം എപ്പോഴും നിലനിർത്തുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തിയിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിരീക്ഷണങ്ങളും നടത്തുകയും അത് നിലനിർത്തുകയും വേണം. സുരക്ഷിതത്വം എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത് പോയിന്റ് നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈംസ്. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? അതായത് ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോർച്ചറിയിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പകർന്നു പോവാതിരിക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ സ്റ്റാൻഡേർഡുകൾ, മാനദണ്ഡങ്ങൾ അല്ലെ, അത് ഇൻഫെക്ഷൻസ് പകരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ അജൻഡാസ്, അജൻഡാസ് എന്ന് പറയുന്ന പ്രൊസീജിയർ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് അജൻഡാസ് എന്ന് പറയുന്നത്. സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈം, എല്ലാ സമയത്തും അങ്ങനെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിലനിർത്തിയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കി, എന്തൊക്കെയാണ് മോർച്ചറി എൻവയോൺമെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്, മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ, അതായത് എന്താണ് മോർച്ചറിയിൽ വരുന്ന ഓരോ ഡെഡ് ബോഡീസും എത്ര എണ്ണം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര സ്പേസിന് അവൈലബിൾ ആണ്, ഓരോന്നും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ടൈമിലാണ് അത് നമ്മളിവിടെ എൻജർ ചെയ്തിരിക്കുന്നത്, എത്ര എണ്ണം നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു അവർക്ക് റിലേറ്റീവ്സിന് വിട്ടുകൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഒക്യുപ്പൻസി രജിസ്റ്റർ മോർച്ചറികളിൽ വളരെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. ടെമ്പറേച്ചറിലാണ് അല്ലെ, നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറുകളിലാണ് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്തുക, വളരെ കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ വളരെ
കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിരീക്ഷിക്കുകയും അത് സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുകയും ചെയ്യണം. തേർഡ് പോയിന്റ്, ക്ലീൻലിനെസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. ഇനി ഇവിടെ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വൃത്തിയുള്ളതും അതുപോലെ തന്നെ അടക്കും ചിട്ടയുമായിട്ട് ആ മോർച്ചറി എൻവയോൺമെന്റ് നിലനിർത്തുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം ഉറപ്പാക്കുക. ക്രൈംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വന്ന ഡെഡ് ബോഡീസ് ആണെങ്കിൽ ആ ഡെഡ് ബോഡീസിൽ അല്ലെങ്കിൽ അവരുടെ തെളിവ് നശിപ്പിക്കാനായിട്ട് മാക്സിമം അതിന്റെ ആളുകൾ ശ്രമിക്കും അല്ലെ. അപ്പൊ അവിടെ എന്താണ് എവിഡൻസുകളൊക്കെ ഉണ്ടാവുക, അതുപോലെ ഡെഡ് ബോഡീസ് നശിപ്പിച്ച് കളയാം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡ്സുകളും രേഖകളൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തിയിരിക്കണം. അതിനെ നല്ല രീതിയിൽ നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള മെഷർമെന്റ്സ് അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റെയിൻഡ് അറ്റ് ഓൾ ടൈം. ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുക, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചുകൊണ്ട് അത് നിർത്തിക്കൊണ്ട് ഇൻഫെക്ഷൻസിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു മോർച്ചറി എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും എടുക്കുന്നുള്ളൂ. നിങ്ങൾ ആ ഇന്നെടുത്ത ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇന്നലത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഫിഫ്ത് ഇത് തുടങ്ങിയാണ് എടുത്തത് അല്ലെ, ഫങ്ഷണൽ ഏരിയ തുടങ്ങി. അതിൽ ആ പോസിറ്റീവ് ടെമ്പറേച്ചറിനെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് ടെമ്പറേച്ചറിനെയും നെഗറ്റീവ് ടെമ്പറേച്ചറിനെയൊക്കെ ആ ഒരു ഡിഫറൻസ്, ആ ഒരു എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് അത് കീപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു സ്ലോവർ റേറ്റിലാണ് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അവിടെ ഡികെ നടക്കുന്നത്. ഇവിടെയാണെങ്കിലോ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും, ഡികെ ടോട്ടലി സ്റ്റോപ്പ് ചെയ്തിരിക്കും എന്നുള്ള വ്യത്യാസങ്ങൾ വെച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി പോസ്റ്റ്മോർട്ടം റൂമിലും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അവിടെ രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒന്നിൽ പുറത്തു നിന്ന് ഇൻഫെക്ഷൻ അകത്തേക്ക് കടന്നതിനെ തടയുകയാണെങ്കിൽ മറ്റൊന്ന് അകത്തുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് കടക്കുന്നതിനെ തടയുന്നു. അതാണ് അവിടെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ വെയിറ്റിംഗ് മോർച്ചറി എന്താണ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഇനി അവിടുത്തെ ആ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വിളിക്കുന്ന പേര് എന്താണ് അത് ചോദിക്കാറുണ്ട്. മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റുകൾ അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ, ജീവനക്കാരാണ്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണ്. അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ പ്രൈവറ്റ് മോർച്ചറിയിൽ എങ്ങനെയുള്ള ബ്യൂറിയൽ അല്ലെങ്കിൽ ക്രിമേഷന് മുൻപായിട്ട് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി. അതുപോലെ മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ വരേണ്ടതായിട്ടുള്ള മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിൽ 4 ഓപ്ഷൻസോ അല്ലെങ്കിൽ 3 ഓപ്ഷൻസോ കൊടുത്തിരിക്കും. അതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാത്തുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഈ ഒരു ഭാഗത്ത് നിന്നും അത് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഇന്നത്തെ ഒരു ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളൂ. അപ്പോ ആ ഒരു ഭാഗം കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്ത് തീർക്കാം. അതിനുശേഷം നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു ചാപ്റ്ററിൽ എഴുതിയതിനു ശേഷം നമ്മൾ തീരും. കുറച്ച് ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങും.
CSSD കേട്ടോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ചാപ്റ്റർ നിങ്ങളെ ചാപ്റ്റർ വൈസ് നിങ്ങൾ നോക്കണ്ട, ആ ഒരു ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട, ചാപ്റ്ററിന്റെ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ പേപ്പർ വൈസ് ആയിട്ട് തിരിച്ചു തന്നപ്പോ നമ്പേഴ്സ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് CSSD അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഇല്ലാത്തവരാണെങ്കിലും ഒന്ന് കയ്യില് കരുതിയിരിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. Thank you, ma'am.